വരൂ വരൂ. കല്യാണമൊക്കെ കേമായിരുന്നു കുട്ടിയെ. തന്റെ ക്ഷണക്കത്ത് കിട്ടിയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ? വീട് എവിടെ ശരിയായിരിക്കുന്നില്ല കരിയുമ്പോൾ താക്കോല് വന്നോ? ഈ പറഞ്ഞു വെച്ചിരുന്ന വീട് കിട്ടിയില്ല. അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒഴിഞ്ഞില്ല അത്രേ. അയാൾക്ക് റിട്ടയർമെന്റിന്റെ കാലാവധി 2 കൊല്ലം കൂടെ നീട്ടി കിട്ടിയിരുന്നു. പിന്നെ വീട് ഒഴിഞ്ഞ പ്രശ്നമില്ലല്ലോ. അപ്പൊ പിന്നെ 1-2 ആഴ്ചക്കകം ശരിയാക്കാന്നും പറഞ്ഞ കരിയുമ്പായി പോയിരിക്കണത്. വീട്ടിലേക്ക് മാറാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. പെട്ടിയ സാധനങ്ങളൊക്കെ ടാക്സി തന്നെ വെച്ചിരിക്കുക. അതൊക്കെ ഇങ്ങോട്ട് എടുത്തോളൂ വിഷ്ണു. വീട് കിട്ടുന്നവര് നിങ്ങക്ക് ഇവിടെ താമസിക്കാം. സൗകര്യം ഇത്തിരി കുറവാന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാടോ. വേണ്ട രാമേട്ട, കുറച്ചു ദിവസം പ്രശ്നമല്ലേ ഉള്ളൂ. അരുന്ധതി ഹോസ്റ്റലിലേക്ക് പൊക്കോളൂ. ഞാൻ ലോഡ്ജിൽ തന്നെ കൂടിയാൽ മതിയല്ലോ. എന്നാലും കല്യാണം കഴിഞ്ഞ് പുതുമോടിയോടെ വന്നിട്ട് അത് സാരില്ല ചേച്ചി. ഹായ്. ഹായ്. വരൂ വരൂ. ഇത് പരിചയപ്പെടുത്തൽ വേണ്ട മിസ് അരുന്ധതി. ഓ സോറി മിസ്സസ് അരുന്ധതി. നല്ല കാര്യങ്ങൾ കാണുന്നത് തന്നെ ആനന്ദകരമാണ്. അകത്തേക്ക് വരൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നന്ദി പറയൂ കുട്ടികളെ. വിഷ് എ വെരി ഹാപ്പി സക്സസ്ഫുൾ മാരീഡ് ലൈഫ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യന് വേർപിരിക്കാൻ അവകാശമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി ഈ വീട്ടിലേക്ക് താമസം മാറി വന്ന ദിവസം. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഹോസ്റ്റലാക്കിയത്. സ്നേഹിക്കുന്ന 2 ആത്മാക്കൾ സ്വർഗതുല്യമായ ഒരു ഷെൽട്ടറിൽ ഒത്തുചേരുമ്പോൾ എന്താ സംഭവിക്കുക? മാഡം, നക്ഷത്രങ്ങൾ വിളക്കുകൾ കൊളുത്തി കാവലിരിക്കും. മാലാകമാർ പുഷ്പങ്ങൾ കൊണ്ട് അവരെ മൂടും. എവിടെയാണ് താമസിക്കാൻ നിങ്ങൾക്ക് വീട് കിട്ടിയിരിക്കുന്നത്? അരുന്ധതിയുടെ കിടക്കയും മറ്റു സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഡം, തൽക്കാലം അരുന്ധതി എന്നോട് വരുന്നില്ല. അതെന്താ? വീട് ഇതുവരെ ശരിയായിട്ടില്ല. 1-2 ആഴ്ചയാവും. അതുവരെ അരുന്ധതി ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഞാൻ ഇറങ്ങട്ടെ അരുന്ധതി, ഓഫീസിൽ പോണ്ടതാ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെക്കണോ വേണ്ട ഞാൻ ലോഡ്ജിൽ വെച്ചേക്കാം. പോട്ടെ, ഞാൻ ഓഫീസിലേക്ക് വിളിക്കാം. നിനക്കിവിടെ അസൗകര്യമൊന്നുമില്ലല്ലോ? ഹോസ്റ്റലിൽ നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിർവാഹമില്ല മിസ്റ്റർ വിഷ്ണു. പൊയ്ക്കോളൂ, സമാധാനാച്ച പൊയ്ക്കോളൂ. അരുന്ധതി ഇവിടെ തന്നെ ഉണ്ടാവും. ഗോഡ് ബ്ലസ് യു. എന്നാൽ ഇതുപോലൊരു ലോക ട്രാജഡി ഗിന്നസ് ബുക്കിലും കൂടെ കാണൂല. മുഹൂർത്തം എല്ലാം കുഴപ്പിച്ചത്. ശരിക്കൊന്ന് കയ്യിൽ കിട്ടിയത് പോലില്ല ഇതുവരെ. എന്നാ പിന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് കൂപ്പ ബുക്ക് ചെയ്തിട്ട് പോരായിരുന്നില്ലേ? അതെങ്ങനെയാ? ട്രെയിനിൽ വെച്ചാ എല്ലാം ആലോചിക്കുന്നത് തന്നെ. ആ നേരത്തെ പിന്നെ എന്ത് ചെയ്യാനാ? അമ്മായിയമ്മയുടെ വകയായിരിക്കും ഈ ഐറ്റംസ്. വീടായിട്ട് താമസം മാറാനുള്ള പറഞ്ഞ് തന്നേച്ചാ. മാങ്ങാച്ചാറ്, കരോലപ്പം, അരിമുറുക്ക്, ഏത്തക്ക ഉപ്പേരി. ഇനിയൊക്കെ കേടാവും. ഇതൊന്നും കേടാവാതെ നിന്ന് നിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട വേണ്ട, തിന്നോ. നിനക്കൊന്നും ഇപ്പൊ ചങ്ങിന്ന് ഇറങ്ങൂലെന്ന് എനിക്കറിയാം. കരിയുമ്പോ വീടിന്റെ കാര്യം എന്ത് പറഞ്ഞു? 2 ആഴ്ചക്കുള്ളിൽ ശരിയാക്കാന്നാ പറഞ്ഞു. അപ്പൊ ഈ 2 ആഴ്ച ഹോസ്റ്റലിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഷട്ടിൽ അടിക്കുന്ന? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? മൂഡ് ഓഫ് ആവൊന്നും വേണ്ട. 2 ആഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അയ്യോ, ഓഫീസിൽ പോകുന്ന സമയമായി. അല്ല, നീ പോണില്ലേ ഇന്ന്? പിന്നെ അതിനല്ലേ ഇന്ന് തന്നെ കെട്ടിയെടുത്ത്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പോട്ടെ. കല്യാണം കഴിഞ്ഞ് എത്ര പെട്ടെന്ന് എത്തിയോ? 1 മാസം ലീവ് എന്ന് പറഞ്ഞിട്ട്? ലീവ് ക്യാൻസൽ ചെയ്തു. എന്തു പറ്റി? ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ. യെസ്. മാഡം, എ കോൾ ഫോർ യു. ഹലോ. ഞാനാ. താൻ എന്ത് ചെയ്യപ്പം? ഓഫീസിൽ ജോലി ചെയ്യുന്നു. എനിക്കൊരു മൂഡും ഇല്ലെന്നേ. എനിക്കിപ്പൊ തന്നെ കാണണം തോന്നുന്നു. ഏതായാലും 5 മണി വരെ ക്ഷമിക്കേ. സമയം പോകുന്നില്ലെന്നേ. പിന്നെ
വൈകിട്ട് എന്താ പരിപാടി? വിഷ്ണുട്ടൻ പറ. ഒരു കാര്യം ചെയ്യ്, ഓഫീസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോക്കുക. ഞാൻ ഇവിടെ എത്തിക്കോളാം. ശരി. ഹലോ മിസ്റ്റർ വിഷ്ണു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ട്രാഫിക് ജാമിൽ പെട്ട് ലേറ്റ് ആയി പോയി. അരുന്ധതി. അരുന്ധതി को बुलाओ. യെസ് മാഡം. Come in. ഇരിക്കും മിസ്റ്റർ വിഷ്ണു. താങ്ക് യു. ആദ്യം കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അരുന്ധതിക്ക് അനുയോജ്യനായ ഹസ്ബൻഡാണ് മിസ്റ്റർ വിഷ്ണു. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ ഒന്നും വേണ്ട അരുന്ധതി. യു ആർ വെരി സ്മാർട്ട് മിസ്റ്റർ വിഷ്ണു. എന്റെ ഹസ്ബൻഡും ഇതുപോലെ നീണ്ടു മെലിഞ്ഞിട്ടായിരുന്നു. ഹി വാസ് സോ സ്മാർട്ട് ആൻഡ് സോ ഹാൻസം. എന്നെ എന്ത് ഇഷ്ടമായിരുന്നെന്ന് അറിയാമോ? തമാശകൾ പറഞ്ഞ് എപ്പോഴും എന്നെ ചിരിപ്പിക്കുമായിരുന്നു. വാ 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 വാ. ഗോവയിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത്. ഇറ്റ് വാസ് ഓൺ 1957. അന്ന് ഞാൻ അവിടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ പഠിപ്പിക്കുകയായിരുന്നു. 3 വർഷത്തെ ഡിവൈൻ ലവ്. എന്നെ അദ്ദേഹം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. ബട്ട് യു നോ മിസ്റ്റർ വിഷ്ണു, ഫേറ്റ് വാസ് ക്രൂവൽ ടു മീ. വിവാഹം കഴിഞ്ഞ് 6 മാസം തികഞ്ഞില്ല. വൺ ബാഡ് സൺഡേ ഞാൻ ഇന്നും ഓർക്കുന്നു. വെറും ഒരു കാർ ആക്സിഡന്റ്. ഐ ആം ആൻ അൺലക്കി വുമൺ. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു വാക്ക് പറയാതെ. Oh Jesus! It's 7 o'clock now. Sorry Mr. വിഷ്ണു. ഈ ഹോസ്റ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് 7 മണി കഴിഞ്ഞാല് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് മിസ്റ്റർ വിഷ്ണു ഇപ്പൊ പോയിട്ട് നാളെ നേരത്തെ വരൂ. എനിക്ക് കുറെ കാര്യങ്ങളൂടെ സംസാരിക്കാനുണ്ട്. അത് മാഡം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാൻ. ഓ ഇറ്റ്സ് ഇംപോസിബിൾ മൈ ബോയ്. 7 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ പുറത്തേക്ക് വിടാൻ ഞാൻ അനുവദിക്കാറില്ല. മാഡം ഞങ്ങൾ ഹസ്ബൻഡും വൈഫും അല്ലേ? യെസ് ഐ നോ. ഇവിടുത്തെ അധികം കുട്ടികളും വിവാഹം കഴിച്ചവരാണ്. അവർക്കൊക്കെ ഭർത്താക്കന്മാരും ഉണ്ട്. അതിന്റെ പേരിൽ അല്പ സ്വാതന്ത്ര്യം അനുവദിച്ചാൽ അത് ഇവിടുത്തെ ഡിസിപ്ലിനെ ബാധിക്കും. മാഡം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. Tomorrow you can come at 5 o'clock and you can take her. മാഡം യു നോ ഐ ആം വിഷ്ണു. I know you well, Mr. Vishnu. You are a very good boy. Now you can go. Please. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കും. ഒറ്റ ചവിട്ടി കൂട്ടിയോണ്ടല്ലോ. ആ തള്ളെ കെട്ടിയെടുക്കാറായി. അതിന് മുഴുത്ത വട്ട. Good night, Mr. Vishnu. ഓ You can go to your room. ഒരു क्या जाने कब कहां से चुराई വരൂ, मेरी ഇരിക്കൂ. गजल क्या जाने कब कहां से चुराई मेरी गजल എന്റെ കാര്യം മനസ്സിലായി, മറന്നിട്ടില്ല. തന്റെ കാര്യത്തിന് ഞാനും എന്റെ ആൾസർമാർ ശ്രമിക്കുന്നുണ്ട്. സ്ഥലം ഒത്തു കിട്ടണ്ടേ? അപ്പോഴേ കരിമ്പായി ഇവന്റെ കാര്യം വലിയ കട്ടത്തിലാണ്. ഇങ്ങനെ കൊട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഒന്ന് ആഞ്ഞു ശ്രമിക്കണം. ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു വീട് പോയി നോക്കി. അപ്പോഴേക്ക് വേറെ പഹന്മാര് 30,000 രൂപ പകുതി കൊടുത്ത് അത് കൊണ്ടുപോയി. 30,000 ഒന്നും ഞാൻ വിചാരിച്ച ഉണ്ടാക്കാൻ പറ്റില്ല. ഇവന്റെ വർത്താനം കേട്ടാ തോന്നും ഇവനക്കും ഭാര്യക്കും ഇവിടെ ആരോ വീട് പണിതിട്ടിട്ടുണ്ടെന്ന്. ഒന്ന് ക്ഷമിക്കുന്നു. क्या जाने कब कहां से ഇപ്പൊ തന്നെ 2 ആഴ്ച കാത്തു. 2 ആഴ്ചക്ക് ഒരാഴ്ച പറയാ. ചിലപ്പോ 6 മാസം ഒരു കൊല്ലൊക്കെ കാത്തിക്കേണ്ടി വരും. ഞാനത് അവനോട് പറഞ്ഞു, ഇത് സ്ഥലം ബോംബെയാ. എന്തിനേറെ ഇന്നത്തെ കാലത്ത് കേരളത്തിലെ ഒരു കൊച്ചു ടൗണിൽ പോയാൽ പോലും ചെന്നൈന്റെ പിറ്റേ ദിവസം വീടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് കേസ് വേറാണ്. തിരുമുൽപ്പാട് നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇത് കല്യാണം കഴിക്കണം. ശാദിക്കാരനോ അതൊക്കെ. വിഷ്ണു വിഷമിക്കാണ്ടിരിക്കേ. തൽക്കാലം നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇതറാ ഇങ്ങോട്ട് വാന്ന്. मेरे जिक्र जबी मुझे मालूम नहीं है, मेरे जिक्र जबी और मैं कहा मैं तो कुर्बान मेरी जान मेरी जान है, मेरे जिक्र जबी मुझे मालूम नहीं है, मेरे जिक्र जबी और मैं कहा मैं तो कुर्बान मेरी जान मेरी जान ला ला ले ला ले ला ले ला। क्या सब गाने के लिए कुछ फिर बुलाएगा?
ठीक है। പരിചയമുള്ള പോലീസുകാർ എസ് ഐ ആയതുകൊണ്ട് തടി കേടുവരാതെ കിട്ടി. ഇപ്പോഴെങ്കിലും രാമേട്ടന് ബോധ്യായോ ബൊമ്പായിൽ കരീംബായിക്കുള്ള വെയിറ്റ്? കുട്ടി, ചിലരുടെ ജാതകത്തില് ഇങ്ങനെ ഓരോ യോഗങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി അത് അങ്ങോട്ട് മറക്കുക. ജീവിതത്തില് മറക്കേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ, ചില ദുസ്വപ്നങ്ങൾ മാതിരി. എല്ലാം എന്റെ കുറ്റം. വേണ്ടെന്ന് അരുന്ധതി പല പ്രാവശ്യം പറഞ്ഞത് ഞാൻ കേട്ടില്ല. സോറി. ഞാനിനി എങ്ങോട്ടുമല്ല. വിഷ്ണുവായിട്ട് നിർബന്ധിക്കരുത്. ദൈവം ശപിച്ചിട്ടുണ്ടാവും നമ്മളെ. ഒരുമിച്ച് താമസിക്കരുതെന്നും പറഞ്ഞു. ഏയ്, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. എല്ലാം നേരെയാവും. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അരുന്ധതി. വാ, എല്ലാം മറക്ക. ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. കരയണ്ട. Sorry. 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 ये कौन है भाई? इतनी रात गई, ये क्या मुसीबत है? രാജേന്ദ്ര, പകല് പുറത്തിറങ്ങി നടക്കാറായിട്ടില്ലല്ലോ ബോംബെയില്. അതുകൊണ്ടായി പാതിരാത്രിക്ക്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫാദറിന്റെ റിയാക്ഷൻ? അനുഭവിച്ചൊക്കെ ഞാനല്ലേ. നിന്നോടുള്ള അരിശം കൊണ്ട് അയാൾ എനിക്ക് ലീവ് പോലും തന്നില്ല. കൊറേയൊക്കെ ഞാനും അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് അന്തരീക്ഷം? ശാന്തമായിട്ടൊന്നുമില്ല. നിന്നെ കയ്യിൽ കിട്ടിയാലും ചേട്ട് വെറുതെ വിടാനും പോകുന്നില്ല. കുറച്ചുകൂടി ശക്തി സംഭരിച്ചിട്ട് വേണം മോളെയും കൂട്ടി അയാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഇപ്പൊ പന്ത് എന്റെ കോർട്ടില്ല. മാരേജ് രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും പോക്കറ്റിട്ടുണ്ടാ ഞാൻ നടക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെയാ? തൽക്കാലം സേട്ടുവിന്റെ കണ്ണിപ്പെടാത്ത ഒരു സ്ഥലത്ത്, പൂനെക്കടുത്ത. ഇതാ എന്റെ അഡ്രസ്. നീ മാത്രം അറിഞ്ഞാ മതി. സേട്ടുവിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ നീ എന്നെ അറിയിക്കണം. പിന്നെ നിന്നെ ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. മനഃപൂർവ്വം അല്ല വിഷ്ണു. ഇപ്പൊ ഞാൻ കുറെ സൗകര്യത്തിലാ. നിന്റെ കാശ് ഞാൻ കുറേശ്ശെ തന്നു തീർത്തോളാം. എന്നെ പറ്റി പറയണ തിരക്കില് നിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ മറന്നു. എവിടാ നിന്റെ കെട്ടിയോള്? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? കല്യാണമൊക്കെ ഗംഭീരായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആൺകളെ ഇക്കരെയും പെൺകളെ അക്കരായിട്ട് കഴിഞ്ഞു വിടുക. ഫേറ്റ്. അതെന്ത് പറ്റി? അവളെ ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കാൻ പറ്റുമോ? ഒരു വീടിന് വേണ്ടിയുള്ള അലച്ചില്ല. അത് കൊള്ളാം. ഒറ്റക്കട്ടിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവന്റെ വാരിയിൽ ചവിട്ടി ഒടിച്ചിട്ട് അറം പറ്റിയല്ലോടാ വിഷ്ണു.